ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെസ്ക് ഡയറി. ഇപ്പം ഞാനൊന്ന് പുറത്ത് പോകാൻ പോവാണ്. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. എനിക്ക് ആ സ്കേർട്ടിൻ്റെ ഒപ്പം ഇതിൽ ഏത് ടോപ്പ് ഇടും എന്നായിരുന്നു കൺഫ്യൂഷൻ. ആൻഡ് ഫൈനലി ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ ഇങ്ങനെ ഒരു മാല പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് പിടിപ്പിക്കാനുള്ള സെറ്റപ്പൊക്കെ ആ ഡ്രസ്സിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വല്ലപ്പോഴും അത് ഇടാറുള്ളൂ. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതും കൂടി ഇട്ടേക്കാം. പിന്നെ എൻ്റെ റെഡി ആവലെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നും ഇല്ല. ലിപ് ബാം ഇടും, ലിപ്സ്റ്റിക്ക് ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ. പിന്നെ മോയ്സ്ചറൈസർ ഇടും, കമ്മലിടും, പൗഡർ ഇടും. ഇത്രയൊക്കെ ഞാൻ എൻ്റെ ഒരു ഡെയിലി റുട്ടീനിൽ എൻ്റെ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് എന്ന് പറയാനായിട്ടുള്ളൂ. പിന്നെ സൺസ്ക്രീൻ ഇടാറുണ്ട്. അത് ഞാൻ പുറത്തൊക്കെ വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇടുള്ളൂ. ശരിക്കും ഡെയിലി സൺസ്ക്രീനൊക്കെ ഇടണം. പക്ഷേ ഞാൻ പുറത്ത് നോക്കും, വെയിലുണ്ടോ നോക്കും, അപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടും. അങ്ങനെയാണ്. അത് പൊട്ടയാണെന്ന് എനിക്കറിയാം. ഇടുവാണെങ്കിൽ ഡെയിലി ഇടണം. പക്ഷേ സൺസ്ക്രീനൊക്കെ എന്താ വില, അതുകൊണ്ട് മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും ഡെയിലി ഇട്ടോ, അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിനെക്കുറിച്ചുള്ള ധാരണയൊന്നുമില്ല കേട്ടോ. പിന്നെ പെർഫ്യൂം അടിച്ചു കൊടുത്തു. അത് ഈ അടുത്തിടെയായിട്ട് തുടങ്ങിയ ഒരു അസുഖം കേട്ടോ പെർഫ്യൂം. അങ്ങനെ പെർഫ്യൂമും കൂടെ അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ മെയിൻ സംഭവം കണ്ണെഴുതൽ, അതാണ് ഞാൻ മറന്നുപോയി. അങ്ങനെ കണ്ണും കൂടെ എഴുതി കൊടുത്തു. ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ, കൊള്ളാമോ? ഇത് ഞാൻ ഒരു സൈഡ് കണ്ണെഴുതിയിട്ട് മറ്റേ സൈഡ് കണ്ണെഴുതാണ്ടുള്ള ആ ഒരു ലുക്കാട്ടോ കാണിക്കുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ദെൻ ഒരു ബാഗും കൂടി ഇട്ടു കേട്ടോ. ബാഗിലാണ് അധികം സാധനങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് ഫോണൊക്കെ ഇടണമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ബാഗ്. പിന്നെ ഞാൻ ഷൂസ് ആട്ടോ എൻ്റെ ഒപ്പം പെയർ ചെയ്തത്. ഞാൻ പൊതുവേ ക്ലാസ്സിലേക്ക് അല്ലാണ്ട് എവിടേക്ക് പോയാൽ ഞാൻ ഷൂസാണ് ഇടാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അത് ഇടുന്നവർക്കറിയാം, അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരുങ്ങി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്തു. അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. നേരത്തെ ഒരുങ്ങി കഴിഞ്ഞതിന് മാത്രം ഗേറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ഇവരോടൊക്കെ സംസാരിക്കാനുള്ള സമയം കിട്ടി. അല്ല അതിന് പോലുള്ള സമയം കിട്ടാറില്ല എൻ്റെ ഒരുക്കം കാരണം. കാര്യം വലിയ ഒരുക്കമൊന്നും ഇല്ലെങ്കിലും എന്തോ എനിക്ക് കുറേ സമയം വേണം. അങ്ങനെ വണ്ടിക്കാണ് പോകുന്നത്. പിന്നെ ആദ്യത്തെ നമ്മുടെ സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വേറെ നല്ല കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട്. ഇന്ന് പോകുന്ന മെയിൻ കാര്യം എൻ്റെ അനിയൻ +1ലേക്കാണ്. അപ്പോൾ അവൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അഡ്മിഷൻ ടെമ്പററി ആയിട്ട് എടുത്തേ, അപ്പം അതിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം പുറത്ത് തന്നെ പോസ്റ്റായിട്ട് ഇരുന്നു. വേറെ പണിയൊന്നുമില്ല എനിക്ക്. ഇതാണ് സ്കൂൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കൂൾ അറിയുമോ? അറിയില്ലായിരിക്കും മിക്കതും. എന്തായാലും അറിയുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഇവിടെ പഠിക്കുന്നവരുണ്ടോ എന്നറിയണ്ടേ. എന്തായാലും നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്പോട്ടിൽ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. എനിക്ക് മടിയായിട്ട് ഇറങ്ങാണ്ടിരുന്ന. പിന്നെ എപ്പോഴത്തെപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ പുറത്തു വന്ന് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരിക്കും. അങ്ങനെ ആവശ്യവും അനാവശ്യമായിട്ടൊന്നുമില്ല, ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ മിക്ക ദിവസം വരുമ്പോൾ ബിരിയാണി വാങ്ങിക്കാറുണ്ട്. എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഈ ഒരു റൊട്ടീൻ അവിടെ ഓൾറെഡി നടക്കുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കടയിൽ കയറും, പിന്നെ ബിരിയാണി വാങ്ങും, പിന്നെ ഇവിടുന്ന് ഈ ഒരു ഷേക്ക് വാങ്ങിക്കും. പുറത്തേക്ക് വന്ന സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാട്ടോ അത്. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല, അതൊന്നും സംഭവിച്ചില്ല. അപ്പം ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിക്കുകയാണ്. സമയം 7 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ല രസമില്ല സ്കൈ കാണാൻ.